അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ശോഭന ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും? അയ്യോ, അവർ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണല്ലേ. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവും എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ആയിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണയിലൊക്കെ നമ്മൾ കണ്ടു. എല്ലാത്തിലും ഭയങ്കര മമതയുടെ ഒരു ക്വാളിറ്റി ഭയങ്കര എല്ലാത്തിലും ചിരി ഉണർത്തും. ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്നത്. കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതില് ഏറ്റവും ബെസ്റ്റ് എന്നെ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരു 19ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അപ്പൊ അതിലെല്ലാരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും? അറിയില്ല, നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അനുസരിച്ച്. ഇപ്പം ഞാനും എന്റെ ഹസ്ബൻഡിന്റെ കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു. അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. സൂപ്പർ ശരണയിലെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പൊ കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതൽ സിംഗിൾസിന്റെ അങ്ങനെ. ഇപ്പൊ പ്രേമലുവിലെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. അപ്പൊ ഇനി തൊട്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന? അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശരണയിലെ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറെ റിലേറ്റ് ചെയ്യാനുണ്ട് എന്റെ ക്യാരക്ടറായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെന്റ് ആയിരിക്കും. ഇത് സോന ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ മമിതിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഉറപ്പൊഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ? ഫാൻ ബേസ് കൂടുന്നുണ്ടോ? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവര് ചെയ്യുന്നത്. അപ്പൊ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണല്ലേ. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവും എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയാ അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്.